കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു വലിയ വിവാദമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം. അത് സംബന്ധിച്ച് കോൺഗ്രസിലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളുമാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത്. ഒടുവിൽ അതിന് ഇന്നലെ ഗവർണറുടെ അംഗീകാരം ലഭിക്കുകയാണ്. പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് എൻ ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിച്ചത്. അതിലുള്ള ഭിന്നത തീരുന്നില്ല, മറുനീക്കി പുറത്തു വരികയാണ്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെ മുഖ്യമന്ത്രി തനിച്ചെടുത്ത തീരുമാനം ഇതെന്നാണ് പാർട്ടിയിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ വാദം. RSS പശ്ചാത്തലമുള്ള ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിശ്ചയിച്ചത് മണ്ഡല പുനർനിർണയത്തിലടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഈ വിമർശനങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ നീക്കം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വലിയ പ്രതിഫലനം സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസിൽ എതിർപ്പുണ്ടാവുന്നു, ഹൈക്കമാൻഡ് ഇടപെടാനിരിക്കുന്നു. ഇതിനിടയിൽ തിടുക്കപ്പെട്ട ഫയൽ നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. ലോക് ഭവനുമായും ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഫയൽ നീക്കത്തിന് അതിവേഗത ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക താല്പര്യം ഇതിലുണ്ടായി. പാർട്ടിയിൽ എത്ര എതിർപ്പുണ്ടായാലും ഈ തീരുമാനം ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി വാദിക്കുന്നു. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഇത് തീരുമാനം കഴിഞ്ഞതിന് ശേഷവും ഈ വിവാദത്തിൽ തർക്കങ്ങൾ ഇനിയും തുടരുമോ? നമുക്കറിയാം, ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെതിരെയുമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന വിമർശനങ്ങൾ, അത് ഉണ്ടാക്കിയ വെല്ലുവിളികളൊക്കെ നമുക്കറിയാം. അതിന് തുടർച്ചയായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിരമിച്ച റിട്ടയർഡ് ജഡ്ജി എൻ ശേഷാദ്രിനാഥിനെ ശുപാർശ ചെയ്തതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തിനെതിരെ, UDF സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗവും, അതോടൊപ്പം മുന്നണിയിൽ നിന്ന് ഒരു വിഭാഗവും, അതോടൊപ്പം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും വിയോജിപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് ഉൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്ന കാര്യം AICCയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തന്നെ മുഖ്യമന്ത്രി VD സതീശനെ ഫോണിൽ വിളിച്ചറിയിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ അദ്ദേഹം കൃത്യമായി എൻ ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിക്കാനുള്ള ഫയൽ ലോക് ഭവനിലേക്ക് അയക്കുകയായിരുന്നു. ആ ലോക് ഭവനിലേക്ക് അയച്ച ഫയലിലാണ് കഴിഞ്ഞ ദിവസം തിടുക്കപ്പെട്ട ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിയോജിപ്പ് ഉയർന്ന ഒരു തീരുമാനത്തിന് അനുമതി നൽകുന്ന ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ പരസ്യ പ്രതികരണവുമായി ആദ്യഘട്ടം മുതൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കഴിഞ്ഞ ദിവസവും ഈ തീരുമാനം വന്നതിന് തന്നെ മാധ്യമങ്ങളിലൂടെ ഈ തീരുമാനത്തിന് പാർട്ടി വില കൊടുക്കേണ്ടി വരും, അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ നടത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്തുകയും നിയാസ് ഉൾപ്പെടെ പരസ്യമായ പ്രതികരണം ആവർത്തിച്ച് നടത്തുകയും ചെയ്തിട്ടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫോ കോൺഗ്രസ് ഹൈക്കമാൻഡോ അത് വിലക്കുന്ന ഒരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അവിടെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ മൗനാനുവാദത്തോടെയാണോ നിയാസ് ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ശുപാർശയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന KPCCയുടെ നേതൃയോഗത്തിലോ UDFൻ്റെ മുന്നണി യോഗത്തിലോ ഈ വിഷയം സജീവമായ ചർച്ചയിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ പാർട്ടി തലത്തിൽ എടുക്കും എന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അതായത് പാർട്ടി ഒരു വഴിക്കും മുഖ്യമന്ത്രി മറ്റൊരു വഴിക്കും എന്ന ശൈലി പൊതുവിൽ അത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഗുണകരമാവില്ല. അതുകൊണ്ട് ഒരു നയപരമായ ഇടപെടൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വിഷയത്തിലുണ്ടാകും. രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിൽ മടങ്ങിയെത്താനായി കാത്തിരിക്കുകയാണ് എന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ നിയമനം മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് നടത്തി എന്നതാണ് ആക്ഷേപം. അത് കോൺഗ്രസിലുണ്ടാക്കുന്ന വിവാദങ്ങൾ വളരെ ചെറുതായിരിക്കില്ല, അതിന് വിലയുണ്ടാകും. അതാണ് ഡാൻ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥിൻ്റെ നിയമനത്തെ ചൊല്ലി കോഴിക്കോട് ജില്ലാ കോൺഗ്രസിലും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ ഏറ്റവും അധികം ആക്ഷേപം ഉന്നയിച്ചത് PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറിയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച നിയാസിനെതിരെ കോൺഗ്രസിൻ്റെ ജില്ലയിലെ മുതിർന്ന നേതാവ് KC അബുവും രംഗത്ത് വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം ലഭിക്കാത്തതിന് പിന്നിൽ നിയാസാണെന്നാണ് അബുവിൻ്റെ ആരോപണം.
ചാലപ്പുറം സീറ്റിൽ നിയാസ് മത്സരിക്കാതെ വന്നതോടെ സീറ്റ് BJP ജയിക്കുന്ന സാഹചര്യമുണ്ടായി. UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പാറോപ്പടിയിൽ നിയാസ് 3ാം സ്ഥാനത്തായിരുന്നു. എന്തായാലും നിയാസിനെതിരെ കോഴിക്കോട് മറ്റൊരു നീക്കം നടക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമുക്ക് KC അബുവിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം. ഈ പദവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വരാനിരിക്കുന്ന 2029 പഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് 20 ലോക്സഭ 30 അതുപോലെ 140 അസംബ്ലി 210 ആകുമെന്നത് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ കമ്മീഷനായി ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏക പ്രതിനിധി ഇദ്ദേഹം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഭാഗത്ത് CPMൻ്റെ ആളുകളായി കാലങ്ങളായി പ്രവർത്തിച്ച ഒരു വ്യക്തി, പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് RSSൻ്റെ അവിടെ ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സ്വീകരണമൊക്കെ കൊടുത്തത് അദ്ദേഹമാണെന്നുള്ളത് എനിക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായും അത്തരത്തിലുള്ള ഈ പോസ്റ്റിൽ വന്നാൽ അത് പാർട്ടിക്ക് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബോധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പാർട്ടി അക്കാര്യത്തിൽ എന്താണ് കണ്ടെത്തിയതെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും വരാനിരിക്കുന്ന നാളുകളിൽ എനിക്ക് പാർട്ടിയുടെ വേദികളിൽ എനിക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും ഇക്കാര്യം ഞാൻ ചോദിക്കുകയും അത് തീർച്ചയായും അന്വേഷിക്കുകയും ചെയ്യും. ഞാൻ KPCC പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോപ്പി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ നിയമസഭ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനത് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം എന്നോട് ഇന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ സമയം കിട്ടാത്ത കൊണ്ടും അദ്ദേഹം സമയം അനുവദിക്കാത്തത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. ഞാൻ AICCക്ക് കത്തയച്ചേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, അവരിടപെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് PM നിയാസിൻ്റെ വാക്കുകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ ഈ നിയമനത്തിന് ശേഷമാണ് PM നിയാസ് ഈ കാര്യങ്ങൾ പറയുന്നത്. കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുന്നു എന്നതാണ് അതിൻ്റെ ചുരുക്കം. PM നിയാസാണ് ഏറ്റവും ശക്തമായി വരുന്നത്. നിയാസിന് പിന്നിൽ പാർട്ടിയിലെ KC വേണുഗോപാൽ വിഭാഗം എന്ന ആക്ഷേപം കൂടി ഒരു വശത്തും ഉയരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.